റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 27ാമത്തെ നിയമം ആളുകളുടെ ആഗ്രഹങ്ങൾ ചൂഷണം ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ആളുകൾക്ക് ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ചൂഷണം ചെയ്ത് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ആളുകൾക്ക് പ്രതീക്ഷ നൽകുകയും പിന്നീട് അവരെ ഒരു നേതാവിനെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം ആളുകൾ ഒരു നേതാവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഒരു നേതാവ് ഒരു വലിയ സ്വപ്നം കാണിക്കുകയും ആളുകൾക്ക് ആ സ്വപ്നം കാണിക്കാൻ കഴിയുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ആ നേതാവിനെ അനുഗമിക്കാൻ താൽപ്പര്യമുണ്ടാകും. ഈ താൽപ്പര്യം ചൂഷണം ചെയ്ത് നിങ്ങൾക്ക് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു നേതാവായി നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒരു വലിയ സ്വപ്നം കാണിക്കുക. നിങ്ങളുടെ അനുയായികൾക്ക് ഒരു വലിയ സ്വപ്നം കാണിക്കുക. ഉദാഹരണത്തിന്, ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഭാവി ഉണ്ടാക്കുക. നിഗൂഢ നിലനിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആളുകളെ അറിയിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ലെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ആളുകളെ നിങ്ങളുടെ കൂടെ ചേർക്കുക. നിങ്ങളുടെ അനുയായികൾക്ക് ഒരു പ്രത്യേക അംഗത്വം നൽകുക. ഉദാഹരണത്തിന്, ഒരു രഹസ്യ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടായ്മ. നിങ്ങളുടെ എതിരാളികളെ ഇല്ലാതാക്കുക. നിങ്ങളുടെ അനുയായികൾക്ക് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിക്കൊടുക്കുക. ഇത് നിങ്ങളുടെ അനുയായികളെ ഒരുമിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു നേതാവിനെപ്പോലെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ അനുയായവൃന്ദം നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഒരു വലിയ നേതാവായിരുന്നു. ജർമ്മൻ ജനതയെ ആര്യൻ വംശം എന്ന ഒരു വലിയ സ്വപ്നം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം ജർമ്മൻ ജനതയെ ഒരുമിപ്പിക്കുകയും അവർക്ക് ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്തു. സിനിമ. സ്റ്റാർ വാർസ്. ഈ സിനിമയിലെ ഡാർത്ത് വാദർ ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. ഡാർത്ത് വാദർ തന്റെ അനുയായികൾക്ക് ഡാർക്ക് സൈഡ് ഓഫ് ദി ഫോഴ്സ് എന്ന ഒരു പുതിയ ശക്തിയെക്കുറിച്ച് പഠിപ്പിച്ചു. ഈ പുതിയ ശക്തിക്ക് വേണ്ടി ആളുകൾ ഡാർത്ത് വാദർ പിന്തുടർന്നു. ചരിത്രം. ജോസഫ് സ്റ്റാലിൻ. ജോസഫ് സ്റ്റാലിൻ റഷ്യയിൽ കമ്മ്യൂണിസം എന്ന ഒരു വലിയ ആശയം ഉപയോഗിച്ച് ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. സ്റ്റാലിൻ ആളുകൾക്ക് ഒരു പുതിയ ഭാവി വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം കാരണം ആളുകൾ സ്റ്റാലിനെ വിശ്വസിച്ചു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് എന്ന വില്ലൻ ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. വോൾഡ്മോർട്ട് തന്റെ അനുയായികൾക്ക് ശുദ്ധരക്തം എന്ന ഒരു വലിയ സ്വപ്നം കാണിച്ചുകൊടുത്തു. ഈ സ്വപ്നം കാരണം ആളുകൾ വോൾഡ്മോർട്ടിനെ പിന്തുടർന്നു. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ഒരു സാധാരണ സൈനികനായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ സൈനികരെ ഫ്രഞ്ച് സാമ്രാജ്യം എന്ന ഒരു വലിയ സ്വപ്നം കാണിച്ചു. ഈ സ്വപ്നം കാരണം അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സാരുമാൻ എന്ന കഥാപാത്രം ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. സാരുമാൻ തന്റെ അനുയായികൾക്ക് ഒരു പുതിയ ലോകം എന്ന ഒരു സ്വപ്നം കാണിച്ചുകൊടുത്തു. ഈ സ്വപ്നം കാരണം ആളുകൾ സാരുമാനെ പിന്തുടർന്നു. ചരിത്രം. ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ മംഗോൾ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാൻ ഒരു പുതിയ തന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹം മംഗോൾ ജനതയ്ക്ക് ഒരു പുതിയ ഭാവി വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം കാരണം അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സിനിമ. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ എന്ന വില്ലൻ ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. ജോക്കർ ഗോതം നഗരത്തിലെ ആളുകൾക്ക് അരാജകത്വം എന്ന ഒരു പുതിയ ആശയം നൽകി. ഈ ആശയം കാരണം ആളുകൾ ജോക്കറെ പിന്തുടർന്നു. ചരിത്രം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. ലൂതർ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗത്തിലൂടെ ഒരു വലിയ അനുയായവൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം ആളുകൾക്ക് തുല്യത എന്ന ഒരു വലിയ സ്വപ്നം കാണിച്ചുകൊടുത്തു. ഈ സ്വപ്നം കാരണം ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഗംഗയെ ഒരു പുതിയ വ്യക്തിയായി മാറ്റി. ഈ മാറ്റം കാരണം ഗംഗ ആ കഥാപാത്രത്തെ പിന്തുടർന്നു.